ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 280 ബെറ്റർ ഓൺ ബെഡ്റോക്ക് മൾട്ടിപ്ലെയറിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനും ജുഗിലും കൂടെ ബോട്ട് എടുത്ത് തുഴഞ്ഞു തുടങ്ങിയിട്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു കരയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യോ അപ്പൊ ലവന്മാര് എവിടെ നിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല. സൈസ് കാറ്റും ജി ടിയും ഇതെന്താ പുതിയ സ്ട്രക്ചർ ഡേയ്. ഗൈസ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇത് ലൊക്കേഷൻ ഇട്ടുതരാവേ. ആ ഷീപ്പ് എടാ പന്നിയെ വിടറാ, ഷീപ്പിനെ തല്ലി കൊല്ലടാ. എന്തുടാ അടിച്ചു നോക്കിയ തിരിച്ചടിക്കു നോക്കി. ബെഡ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ബെഡ് കുഴപ്പമൊന്നുമില്ലല്ലോ. 3 ബെഡ് വേണ്ടേ? 4 പേരുണ്ട്. 4 ബെഡ് വേണം മോനെ. എല്ലാരും ഉണ്ടല്ലോ. എടാ ഇടിക്കുന്ന ഷീപ്പ് അല്ലെ, ഇടിക്കുന്ന ഷീപ്പ് ഡേയ് അല്ലയാ, ഇടിക്കുന്ന ഷീപ്പ്. ഒറ്റടിക്ക് ഇടിക്കുന്ന ഷീപ്പിനെ ഒറ്റടിക്കും തീർത്ത്. ഏതാവൻ അവ ആരാ? എന്താണ് ഇതിന്ന് എന്താ കിട്ടുവോടാ? ഇതിന്ന് എല്ലാം കിട്ടുവോ? മൈ ഗോഡ്, 12 ഡയമണ്ട് കൊടുത്ത 12 ഗോൾഡൻ ആപ്പിളാ. കൊള്ളാല കളി. എടാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് തൽക്കാലം നമുക്ക് ഇത് കണ്ടുപിടിക്കാടാ, കോപ്പർ ആർമർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് ആർമർ ആക്കാം എല്ലാവർക്കും. നീയൊക്കെ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ അടുത്തോട്ട് വന്നോ? GT അല്ലേ? ജുഗിലെ സ്ട്രക്ചറൊക്കെ കയറി ലൂട്ട് ചെയ്യടാ. ഞാനും വരാം. ചാനലിൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. റോഡ് ടു 2K ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുക. ഇതെന്ത് സാധനം? ക്യാരറ്റ്. ഓക്കെ ജുഗിലെ വൈൽഡ് ക്യാരറ്റ് കിട്ടിയടാ എനിക്ക്. വൈൽഡ് ക്യാരറ്റ്. ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. ചിലപ്പോ നമ്മളെ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോബ് വരെ വേണമെങ്കിൽ അടിക്കും. ഇതുവരെ അടിച്ചില്ല, എന്നാലും അടിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത ഇല്ല അല്ലേ അങ്ങനെയല്ലേ? ഗൈസ് നിങ്ങളുടെ നാട്ടിൽ കാറ്റുണ്ടോ? കാറ്റുണ്ടെങ്കിൽ പറയൂ. ഇവിടെ പലതും ഉണ്ട് ജുഗിലെ. നീ കണ്ടിട്ടില്ലാത്ത പലതിനെ നീ ഇവിടെ കാണും. നീ കേട്ടിട്ടില്ലാത്ത പലതും ഇവിടെ കേൾക്കും. കാരണം ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഗോള് നമുക്ക് കോപ്പർ ആർമർ ആവണം. അപ്പൊ മൈനിങ്ങിന് ഇറങ്ങണം. പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഒരു ആർമറെങ്കിലും സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓക്കെ, ശരി തന്നെ. എന്നാലും ഞാനൊരു മുൻകരുതൽ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്ത്. ഞാൻ ഏതാ കാടും പടലും ഒക്കെ പിച്ചെടുത്തോണ്ടിരിക്കേ, വിഷമിക്കാരി. ഞാൻ ഓണം കഴിഞ്ഞെങ്കിൽ ക്രിസ്മസ് ആയെങ്കിൽ ഞാൻ അത്തപ്പൂക്കളം ഇടാൻ പോവാ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ പല വർണ്ണത്തിലും പല നിറത്തിലുമുള്ള പൂക്കളെ ഞാൻ കണ്ടു. ഞാൻ അതിനെ ഓരോന്നിനായി പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എങ്ങടാണ് നമ്മളിനി പോകുന്നത് സുഹൃത്തെ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാമായിരുന്നു. കോപ്പറേറ്റി
അല്ല കോപ്പർ അല്ലേ ഇത്, വേറെന്തരോ സാധനം. അലൂമിനിയം ഓറോ? ശേ, അലൂമിനിയം ഒക്കെ ഉണ്ട്. മൈൻക്രാഫ്റ്റ് പുരോഗമിച്ചു പോയി. എനിക്ക് കോള് കിട്ടിയടാ. കോള് വേണോ? വേണ്ടേ? എന്നാ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് വരും. അങ്ങനെ പറ. കോള് വേണ്ട എന്ന് മാത്രം പറയരുത്. സ്ട്രക്ചർ ബേസ് അടിക്കാം. നല്ല സ്ട്രക്ചർ നോക്കി ബേസ് അടിക്കണം. ഇതിനകത്ത് വല്ല വിയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അതിൽ കയറി തമ്പടിച്ചു കഴിഞ്ഞാ നിക്ക് ജുഗില നില്ല, ഞാനിവിടെ. നമുക്ക് ഒരുമിച്ചാ. അണ്ണ ഇവിടെ ഉണ്ട്. അണ്ണനെ കൂടെ കൊണ്ടോ. കുഞ്ഞോന്റെ മോനെ എന്നെ കൂടെ കൊണ്ടോ. നീ എവിടെ? യോ ബ്രോ, വിട്ടോ, ഞാൻ നിന്റെ പറക്ക വരാം. വിട്ടോ. എനിക്കിനി കോർഡിനേറ്റ്സ് ഒക്കെ നോക്കി മെനക്കെട്ട് വരാൻ വേണ്ടി. അടുത്താടാ, കുഴപ്പമില്ല, വിഷയമില്ല. യോ മാൻ, ചാവ് മാൻ. ഓ ഇങ്ങോട്ട് ഇടതോട്ട് വേണ. ഇടത്തോട്ടാ 400. അല്ലടാ ഞാൻ എന്റെ പറക്കവാ. നിനക്ക് വഴി എത്തി. അവനും എത്തിയ അവിടെ. GT എത്തിയാടാ അവിടെ. ഞാൻ എത്തി. ഓ ജുഗില് നമ്മളെക്കാട്ടി മുമ്പേ എത്തി. ജുഗിൽ ഏതാ? ആഹാ, നമ്മളെ ബേസ് കിട്ടി. അവിടെ ബെഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സെറ്റ് പവർ. ഓക്കെ, ഇനി നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാടാ. മൈനിങ്ങിന് ഇറങ്ങാം. ഇവിടെ ചെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വേടാ ജുഗിലെ. ഇതൊക്കെ ആരാ പൊട്ടിച്ച? ഏത് വില്ലേജർ സ്പോണോ? വില്ലേജർ ഒന്നും വിഷയല്ലേ. നമുക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ. എവിടെ? എവിടെ വില്ലേജർ? എവിടെ? രണ്ട് സ്പോണർ ഉണ്ടായിരുന്നു, അതങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. ആഹാ, എനിക്ക് ആപ്പിള് കിട്ടി ഗൈസ്. ആപ്പിള് തന്നെ. ഓറഞ്ച്. ഓ എന്റെ ഫേവറേറ്റ് ഫുഡ് ഓറഞ്ച് കിട്ടി ഗൈസ്. എന്തുവാണ് ഇവിടെ കാണിക്കുന്നേ? നിങ്ങൾ എന്താടാ? ഗുമ്മൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാം. ഇവിടെ നമുക്ക് മൈനിങ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് പോയാ. നീ എന്തു അത്? അത്യാവശ്യം സംഭവങ്ങളൊക്കെ ആയില്ലേ? ഇവിടെ എന്താ ഏലിയൻ അറ്റാക്കാ? മുകളിൽ എന്തൊരു തലയുടെ മണ്ട കാണിക്കുന്നു. നിങ്ങളെവിടെ പോയടാ? ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടിയേട്ടാ. ആവശ്യത്തിൽ കൂടുതൽ. GT വെള്ളത്തിൽ മുങ്ങിയാണാ ചത്തത്? പാവോടാ. ഇവിടം വരെ വന്നിട്ട് വെള്ളത്തിൽ മുങ്ങി ചാവാൻ നിനക്ക് എങ്ങനെ തോന്നി GT? നമുക്ക് പേടിയില്ല. പേടിയുണ്ടാ? ഇവിടെ വലിയൊരു സ്ട്രക്ചർ ഉണ്ട് ഇപ്പുറത്ത്. ഇതൊക്കെ ആര് പേടിക്കും? കിട്ടി എന്റെ മോനെ കിട്ടി. എല്ലാം കൂടെ പൊട്ടി തെറിക്കണം. എടാ എന്ത് ഇപ്പൊ എങ്ങനെ ചത്തതെന്ന് പറഞ്ഞുതരാവോ? ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ സംഭവിച്ചു.
നിങ്ങൾ രക്ഷിക്കാൻ ഇവിടെ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. ആരും ഒന്നും പേടിക്കണ്ട. ഞാൻ കണ്ടായിരുന്നു. ബാക്കിലോട്ട് ഒറ്റ എന്റെ പൊന്നു മോനെ എന്നെ വെറുതെ വിടടാ. നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഇവിടുത്തുകാരനല്ല. ബെഡ് വേണേ പൊട്ടിച്ച് കയ്യിലെടുത്തോ. ആഹാ പിന്നെ കൊന്ന് പന്ന നാറി. ഒരു മിനിറ്റ്, സോഡ് ഇപ്പൊ ഞാൻ എടുക്കും കയ്യിൽ. അയ്യോ സോഡില്ല. ജീറ്റി ഓടി വാടാ. നീ നേരത്തെ ചത്തെടുത്ത് പോയി കയറി കൊടുക്കല്ലേ ജീറ്റി. ചത്തതാ. അവനെ ഞാനിന്ന് കൊല്ലും. കള്ള നാറി. എന്തുവാടാ ഇവിടെ മൊത്തം ഇത് ആര് കുഴി ഉണ്ടാക്കി വെച്ച്? പെട്ടെന്ന് കിടന്നുറങ്ങ്. എന്നിട്ട് ഇപ്പൊ ഞാൻ അകത്ത് എത്തിക്കോളൂടാ. തുറക്കണ്ട, ആരും വാതിൽ തുറക്കണ്ട. തുറക്കരുത്. അടയ്ക്കണ എന്നെ അല്ലേ? എന്താ മോനെ പേടിച്ചോയോ? തുറക്കടാ. ലവന്ത് കിടക്കാത്ത ജുഗില് കിടടാ. എല്ലാരും കിട. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി സ്കിപ്പ് ചെയ്യുന്ന നൈറ്റ്. എന്താടാ കിടന്നുറങ്ങടാ. ഓക്കെ, അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി സ്കിപ്പ് ചെയ്യുന്ന നൈറ്റ്. വണ്ടർഫുൾ. ഓക്കെ, വി സർവൈവ്ഡ്. അങ്ങനെ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഒന്നും അല്ല. റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ചാരാ. പൊട്ടിക്കല്ലേ ബെഡ്. ചുമ്മാ ജീവിക്കാൻ കേട്ടാ. പണിക്കൊന്നും പോണ്ട. വരാവുന്ന സമയം അടുത്ത സോംബിയുടെ വക. എന്തിനാ ഇതെന്തൊരു സാധനോടാ. ജുഗിലും ചത്താ. എന്റെ പൊന്ന് സ്പൈഡറെ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാവം വഴിപോക്കാം. ഞാൻ ഈ ഇരിക്കുന്ന സാധനം എടുത്തോണ്ട് പോയാ പിന്നെ ആ സൈസ് കാറ്റടുത്ത് ബെഡ് പൊട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അവൻ ബെഡ് പൊട്ടിച്ചു. നീ റീസ്പോൺ സെറ്റ് ചെയ്താ. ഇല്ല, ഞാൻ കിടന്ന ബെഡ് മാത്രമേ ഞാൻ പൊട്ടിച്ചുള്ളത്. ഞാൻ ഒരു നീല ബെഡല്ല കിടന്നത്. അത് എന്റെ കൈ മാത്രം ഉണ്ട്. അത് മറ്റേത് വേറെ ഉണ്ടാവും. സൈസ് കാറ്റ് മേലോട്ട് വെക്കടാ. 16 കണ്ട് എടാ 16 അല്ല 617 മൈനസ് 617 435. അവ എവിടാ? ഐറ്റംസ് ഒക്കെ എന്റെ ഉണ്ട്. ജിറ്റിയുടെ ഇതിവിടെ കിടപ്പുണ്ട്. പെട്ടി വേടാ. സൈസ് കാറ്റ് എടുത്ത് പെട്ടി പോയി. ജിറ്റിയുടെ സാധനമൊക്കെ വന്ന സൈസ് കാറ്റ്. ജിറ്റി എന്താടാ ഇവിടെ പ്രശ്നം? എടാ എന്റെ കോപ്പർ എടുക്കല്ലേ. ഇതെന്താ ഇതിനാരും ഇത് തുറന്നു വരുന്ന ഫർണസിനാരോ? ജിറ്റി ഇതെടുത്തോണ്ട് പോ. ഇപ്പൊ ഫർണസ് തുറന്നു. നമുക്ക് ഫുള്ള് സെറ്റപ്പ് ആക്കാൻ പറ്റിയ ഒരു കോപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ കോപ്പർ ആർമറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആവാൻ പോവുകയാണ്. ഓക്കെ,
അതിനാണ് എന്റെ കയ്യിലൊക്കെ പറഞ്ഞറിയാം. എന്താ ഇവിടെ സംഭവിച്ചേ? ഇതെന്തര് ഇവിടെ എന്തൊക്കെയോ കാര്യമായ തകരാറുണ്ടല്ലോ സുഹൃത്തുക്കളെ. GT എടുത്ത് ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? ഷീല ജയിക്കുവോ? ബൾബ് ജയിക്കുവോ? എവിടെയെങ്കിലും കേ ഉണ്ടോ? പോയി കണ്ടുപിടിക്കണം മിസ്റ്റർ. ഒരു അയണിന്റെ ഒരു കോപ്പറിന്റെ കൂടെ കുറവാണ്. ഓക്കെ, നമ്മളങ്ങനെ ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവന്മാരോടെ കിടന്ന് എല്ലാം പിടിച്ചോണ്ടിരിക്കട്ട് നമ്മൾ ഫുള്ള് കോപ്പർ ആർമർ ആയിട്ടുണ്ട്. യെസ് ഗൈസ്, ഒരു സോഡ് ഉണ്ടാക്കണം കോപ്പറിന്റെ. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒരുത്തന്നെ തല്ലി കൊല്ലുന്ന കാണിച്ചു തരാം. അയ്യോ, എന്റെ റീസ്പോൺ പോയോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. മോൺസ്റ്റേഴ്സ് ആർ നിയർ ബൈ. എടാ എന്താടാ, ഞാൻ തല്ലി കൊല്ലാൻ വന്നതാണ്. എല്ലാരും കേടാ, എല്ലാരും കിടക്ക്. GT കിടക്കടാ. ആ ബെഡ് വല്ലതും പൊട്ടിച്ചതിനെ കൊല്ലും. അപ്പൊ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഫുൾ കോപ്പർ ആർമർ വിത്ത് ടൂൾസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻവെന്ററി ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെതാ ഇത് നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഒരു അയൺ ഇവിടുന്ന് എങ്ങനെയോ കിട്ടി, ഞാൻ മൈൻഡ് ചെയ്തതല്ല. ഓക്കെ, അപ്പോൾ അവന്മാരൊക്കെ മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്, GT വേൾഡിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പം ചാനൽ പുതിയതായിട്ട് എത്തിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ മറ്റേ ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 80 സൈനിങ് ഓഫ്. ബൈ.